ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ മഹാറാണ പ്രതാപിന്റെ പ്രതിമ വികൃതമാക്കിയ കേസിൽ 100 സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഡിംപിൾ യാദവിനു വേണ്ടി അഖിലേഷ് യാദവ് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്ക് പിന്നാലെയാണ് സംഭവം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. റജിത, കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ ഡിംപിൾ യാദവ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും അഖിലേഷ് യാദവിന്റെ ഭാര്യയുമായ ഡിംപിൾ യാദവിന് വേണ്ടി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു. ഈ റോഡ് ഷോ കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയായിരുന്ന സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ഈ നഗരമധ്യത്തിലുള്ള മഹാറാണ പ്രതാപിന്റെ പ്രതിമ വികൃതമാക്കി എന്നുള്ളതാണ് കേസ്. ഈ പ്രതിമയിൽ സമാജ്വാദി പാർട്ടിയുടെ കൊടിതോരണങ്ങളും മറ്റും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും പ്രതിമ വികൃതമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ഈ കേസിലാണ് 100ഓളം കണ്ടാലറിയാവുന്ന സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം ഇന്നലെ രാത്രിയോടുകൂടി BJP പ്രവർത്തകർ കൂട്ടമായി എത്തി ഈ പ്രതിമ പിന്നീട് വൃത്തിയാക്കുകയായിരുന്നു. ടാങ്കറിൽ വെള്ളം എത്തിച്ച് പമ്പ് ചെയ്ത് ഈ പ്രതിമ വൃത്തിയാക്കുകയും ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിക്കും യാദവ വിഭാഗത്തിനും എതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് യാദവ വിഭാഗത്തെ മുഴുവനായും അവഹേളിക്കുന്നു എന്നാരോപിച്ച് പരാതിയുമായി യാദവ വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.